അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പിറ്റേന്നിരിക്കുന്ന സമയത്താണ് അച്ഛനപ്പം പെട്ടെന്ന് ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ തെരണ്ടി മീൻ തന്നെ വേണം. ഞാൻ തെരണ്ടി മീൻ അന്വേഷിച്ച് മുഴുവൻ നടന്നിട്ട് തെരണ്ടി മീൻ കിട്ടിയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് തെരണ്ടി മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഭയങ്കര വില. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ബില്ല് ഇത്രയാവും. അച്ഛൻ്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും തുണ്ടമ്മീൻ വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏട്ടത്തിയമ്മ ഏൽപ്പിച്ച് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. പിറ്റേന്ന് രാവിലെയായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് പാലൊഴിച്ച് പാലപ്പം കഴിക്കണം. അപ്പം തെരണ്ടി വാങ്ങിക്കാതിരുന്ന കയ്യിലെ പൈസ തികയായിരുന്നതുകൊണ്ടാണ്. താഴേക്ക് പാലപ്പം വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് കേൾക്കാം കോഡ് ബ്ലൂ വിളിക്കുന്നത്. കോള് വരുന്നുണ്ട് ഫോണിൽ ഏതോ നമ്പറിൽ. അപ്പം ഞാൻ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ താഴെ മായ ചേച്ചി അച്ഛന് പറയാം അച്ഛനെല്ലാം കുറഞ്ഞു, ഇപ്പോൾ ഡിസ്ചാർജ് ആവും എന്ന് വീണ്ടും കോൾ വന്നു. ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ ഞാൻ മേലോട്ട് ചെല്ലട്ടെ, അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നോർമലി ഞാൻ ലിഫ്റ്റ് കയറിയാൽ പോകുന്നത്, അന്ന് ഞാൻ നടന്നു പോവാ സ്റ്റെപ്പിൽ കൂടെ. വീണ്ടും ഈ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തപ്പം കോഡ് ബ്ലൂ വിളിച്ചത് മുഴുവൻ അച്ഛൻ്റെ ആയിരുന്നു. പിന്നെ അച്ഛനെ വെന്റിലേറ്ററിലായി. പിന്നെ അച്ഛൻ മരിച്ചു. പാലപ്പവും കൊടുക്കാൻ പറ്റില്ല. തെരണ്ടി അച്ഛൻ ഭയങ്കര ആഗ്രഹിച്ചു, അതും പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ചു. അന്ന് മുതൽ ഈ സമയം വരെ ഈ മീൻ മാത്രം ഞാൻ കഴിക്കില്ല.